ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു 3 കിലോ തൂക്കം വരുന്ന ഫോട്ടോ പ്രിൻ്റ് കേക്ക് റെഡിയാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മന്ന കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ പിസ്ത ഫ്ലേവറിലുള്ള സ്പോഞ്ച് കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. കേക്ക് ഞാൻ ഒന്നിച്ചല്ല 3 തവണയായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ ലെയറിനുള്ള മെഷർമെൻറ്റ് ഞാനൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുവാണ്. 1/4 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ഇഞ്ച് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 തവണ ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2-3 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ഒന്നിച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിലും അതുപോലെ വിസ്ക് വെച്ചിട്ടും മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ടയൊന്ന് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ബട്ടർ മിൽക്ക് ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുവാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനിഗറും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വിനിഗർ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബട്ടർ മിൽക്കിലേക്ക് ഞാൻ ടൈഗറിൻ്റെ പിസ്ത മിക്സ് ഒഴിച്ച് കൊടുക്കുവാണ്. ഇത് കളറും അതുപോലെ ഫ്ലേവറും കൂടി വരുന്നതാണ്. ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ബട്ടർ മിൽക്കും ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മെല്ലെ ഫോൾഡ് ചെയ്ത് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ആദ്യത്തെ ലെയർ സ്പോഞ്ച് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 12-9 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആ ഒരു ടിന്നിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കേക്കിനുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത OTG ഓവനിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്ന് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ സ്പോഞ്ച് കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ബാക്കി 2 ലെയറും കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 3 ലെയർ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. 2.5 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചതും അതുപോലെ വാനില എസൻസും ചേർത്തിട്ട് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. ഇന്ന് തന്നെ വേറെയും കുറച്ച് ഓർഡറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഒന്നിച്ചാണ് ബീറ്റ് ചെയ്തെടുത്തിരുന്നത്. അപ്പോൾ തിരക്കുള്ളതുകൊണ്ട് ഹസ്ബൻഡാണ് ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യുന്നത്. ഇവിടെ 14 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. ആ ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്നാക്കി കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുവാണ്. ആദ്യത്തെ ലെയർ കേക്കിന് മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ലെയറിൽ വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിൽ നിന്നും ഞാൻ കുറച്ചൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നോസിലിട്ടിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കേക്ക് ഫിനിഷായി കഴിയുമ്പോൾ സൈഡിൽ ബോർഡർ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യത്തെ ലെയറിൽ ക്രീം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിതിന് മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം.
ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറിന് മുകളിലും വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കണം. അങ്ങനെ ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ സൈഡിൽ കുറച്ച് തിക്കായിട്ട് ക്രീം ഇട്ടതിന് ശേഷം ഇതുപോലത്തെ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിൽ സ്ക്രാപ്പർ വെച്ച് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അങ്ങനെ കേക്ക് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാൻ തലേ ദിവസം തന്നെ ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഫോട്ടോ പ്രിൻറ്റ് കേക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ഞാനൊന്ന് ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ പ്രിൻറ്റും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ലില്ലി കാർട്ടൂൺ തീമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാൻ തലേ ദിവസമാണ് കേട്ടോ ഫോട്ടോ പ്രിൻ്റ് എടുത്തിരുന്നത്. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വേണം പ്രിൻ്റ് എടുത്തിട്ട് സൂക്ഷിക്കാൻ, ഫ്രിഡ്ജിൽ വെക്കരുത്. അതുപോലെ തന്നെ ഫോട്ടോ പ്രിൻ്റ് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് കേക്ക് നന്നായിട്ട് തണുക്കണം. കേക്കിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേക്ക് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നില്ല, ഡെലിവറി ചെയ്യുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് ആ ഷീറ്റിൽ നിന്ന് പൊളിച്ചെടുക്കുന്ന സമയത്ത് കിട്ടാതെ വരികയോ അതുപോലെ പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്താൽ നമ്മൾ ഓവൻ ഒരു 10 മിനിറ്റ്, അതായത് കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ഓവൻ ഓഫായി കഴിയുമ്പോൾ ഈ ഒരു പ്രിൻ്റ് മുകളിലേക്ക് വരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അങ്ങനെ ചൂടായി കഴിയുമ്പോൾ പ്രിൻ്റ് പൊളിഞ്ഞ് കിട്ടും. അതിനുശേഷം ഇതുപോലെ കേക്കിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ ഫോട്ടോ പ്രിൻ്റ് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം വെച്ചിട്ട് സൈഡിൽ ഇതുപോലെ ബോർഡർ വരച്ചു കൊടുക്കാം. ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് പിങ്ക് കളർ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 കിലോ തൂക്കം വരുന്ന ഫോട്ടോ പ്രിൻ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.